എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല. മനസ്സൊക്കെ പതറിപ്പോഴേ പറ്റൂല ഏട്ടാ. ഇത്രയും ഒരു 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 ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി എന്റെ മോനോട് കാണിച്ചത്. എന്റെ മോൻ മരിക്കാൻ ഒറ്റ കാരണം ആ കുട്ടിയാണ്. അപ്പൊ അവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അറിയുന്നത്, ഞാനൊരു ലാപ്ടോപ്പ് അവന് വാങ്ങി കൊടുത്തിട്ടുണ്ട്, അത് കാണാനില്ല. അവളെ കയ്യില് ചെയിൻ കൊണ്ടുവന്നു അവന്റെ കരുതി കിടന്നു. 75,000 ഒരു ഐഫോണ് ഇവന്റെ പേരിൽ എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെന്നാ. ഇവളെന്തോ പറഞ്ഞതുകൊണ്ടാണ് എന്റെ പുള്ള മരിച്ചത്. അവൾ അത്രയ്ക്ക് ദുഷ്ടത്തിയാണ്. അവളെ വേറൊരുത്തൻ്റെ കൂടി അർജുൻ എന്ന് പറഞ്ഞ ഒരു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ നീ പോയി ചാവ് എന്ന് അവള് നിസ്സാരമായിട്ട് ഒരുപാട് കൊഞ്ചിയിട്ടും കേണിട്ടും നിന്റെ കാല് പിടിച്ചു പറഞ്ഞിട്ടും ഒരു പട്ടിയുടെ വില പോലും നീ എനിക്ക് തന്നില്ല. ഒരുപാട് സ്നേഹിച്ചു പോയടാ. ഇതായിരുന്നു ആ ആത്മഹത്യാക്കുറിപ്പിലെ ഒരു വാക്ക്. ഇനി വളരെ പ്രസക്തമായ മറ്റൊരു വാക്കുകൂടിയുണ്ട്. എന്നെ 5 വർഷം സ്നേഹിച്ചു പറ്റിച്ചതിന് ദൈവം നിനക്ക് ശിക്ഷ നൽകും കാതു. നിന്റെ അമ്മ എന്നേക്കാൾ നല്ലൊരുത്തനെ നിനക്ക് കണ്ടുപിടിച്ചു തരും. നീ അവനെ സ്നേഹിച്ച് ജീവിക്ക്. മുകളിലിരുന്ന് ഞാനത് കാണും. ഇതായിരുന്നു അവൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ ഏറ്റവും പ്രസക്തമായ മറ്റൊരു വാക്ക്. ഒരുപാട് സ്നേഹിച്ച് 5 വർഷം അവളോട് ഏറ്റവും ഒടുവിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് നീ പോകരുതെന്ന് അവളുടെ കാല് പിടിച്ചു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞത് നീ പോയി ചാവിടാണ്. ആ വാക്ക് അവനെ ഒരുപാട്, ആ ചെറുപ്പക്കാരനെ, ആ മിഥുനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ മുറിയിൽ ഈ ഫാനിനോട് ചേർന്ന് ഇവിടെ കാണുന്ന ആ ഹോക്കിൽ അവൻ കയർ കുരുക്കി ആത്മഹത്യ ചെയ്തതും. ഏറെ ദുഃഖകരമായ ഒരു വാർത്ത. ഒരു കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന ഒരു മകൻ നഷ്ടപ്പെട്ടു പോയ വിഷമത്തിലും ദുഃഖത്തിലുമാണ് ഈ അമ്മയും അച്ഛനും പെങ്ങളും ബന്ധുക്കളും അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരും. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഇത്രയേറെ ആത്മഹത്യാക്കുറിപ്പുകൾ എഴുതി വെച്ചിട്ട് പോലും ഈ പെൺകുട്ടിക്കെതിരെ ഒരു നിയമ നടപടി പോലും സ്വീകരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറാകാത്തതിൽ ഞങ്ങൾക്കും ചില സംശയങ്ങളുണ്ട്. മിഥുന്റെ അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, നമ്മുടെ നാട്ടിൽ ശരിക്കും ഇതൊരു പെൺകുട്ടിക്കാണ് സംഭവിച്ചെങ്കിൽ ഇന്ന് നിങ്ങളൊക്കെ അഴിക്കുള്ളിലായേനെ. ഇവിടെ പോലീസായി, മാധ്യമപ്പടകളായി, മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ വന്ന് നിങ്ങളുടെ പടവും ഫോട്ടോയും വെച്ച് വാർത്ത ചെയ്ത് കൊല വിളിച്ചേനെ. ഇപ്പോഴും ഒരു മുഖ്യധാര മാധ്യമത്തിൽ വാർത്ത വരുന്നില്ല, ചില മുഖ്യധാര പത്രങ്ങളിൽ വാർത്ത വരുന്നില്ല. ആകെ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് വാർത്ത ചെയ്യുന്നത്. പോലീസ് കേസെടുക്കുന്നതുമില്ല. എന്താണ് അച്ഛൻ ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇന്ന് നിയമം കംപ്ലീറ്റ് ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് ചെയ്യുന്നത്. ആ കുട്ടിയാണ് എൻ്റെ മോൻ കാരണം ചെയ്തതെങ്കിൽ ഞങ്ങളെൻ്റെ ജീവനോടെ കാണില്ല, ഞങ്ങളെ നശിപ്പിച്ച് കളയുമായിരുന്നു. കാരണം എന്താണ് കാരണമെന്ന് പോലും തിരക്കാതെ ഞങ്ങളെ നാട്ടുകാർ വരെ ഞങ്ങളെ കയറി ദ്രോഹിക്കുമായിരുന്നു. പക്ഷേ ഇത് ഒരു ആൺകുട്ടി, അവൻ ഞങ്ങളാറ്റുനോറ്റ് വളർത്തി നമ്മുടെ കുട്ടിയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ വളർത്തി അവൻ ഉയരങ്ങളിലെത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇതാവും. കാരണം ഞങ്ങൾ നടത്തുന്ന സ്ഥാപനവും ഞങ്ങൾ കഷ്ടപ്പെടുന്നതും എല്ലാം അവൻ കണ്ടുകൊണ്ടാണ് ഓരോന്നും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PG കഴിഞ്ഞപ്പോൾ തന്നെ അവന് അടുത്തന്നെ ജോലി കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വടയക്ഷിയെ പോലെ വന്ന് വീണ ഈ ദുഷ്ടസ്ത്രീ, അതായത് 21 വയസ്സായ ഒരു പെൺകുട്ടി ഇത്രയും ഒരു 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 ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി എൻ്റെ മോനോട് കാണിച്ചത് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുകൊടുത്ത കേസ് ഞങ്ങളോട് വന്ന് മൊഴിയെടുത്തതല്ലാതെ ആ കുട്ടിയെ കാണുകയോ മൊഴിയെടുക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്യാൻ പോലീസിന് സമയമില്ല. ഞങ്ങളത് ചോദിച്ചപ്പോൾ പറയണത് 10 ദിവസമായിട്ട് 1 മാസമാവും, അത് ഫോറൻസിക്കിൽ അയച്ചിക്കിന് അവിടുന്ന് വന്നോട്ട്. ഇത് എവിടത്തെ നിയമം? ഇത് കാടൻ നിയമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ? ഒന്നുമല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഒരു പരാതി തന്നിട്ടുണ്ട്, അതിന് സത്യാവസ്ഥ ഉണ്ടെന്ന് പോലും തിരക്കാൻ നമ്മുടെ കേരള പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ആ കുട്ടിയെ ഇവർ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിവ്. പക്ഷേ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അറിവ്. അത് പോയിട്ട് ഇങ്ങനെ മാധ്യമങ്ങൾ നമ്മളെ ഒന്ന് കാണുകയും അവരെ ചാനലുകളുടെ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തപ്പോൾ ആ ചാനലുകാരെ വരെ ചെന്ന് അവരെ വിരട്ടിയിരിക്കുന്നു ആ കുട്ടിയുടെ അമ്മ. അത് അവരെ മോള അല്ല ചെയ്തതെന്ന് പറഞ്ഞു. എൻ്റെ മോൻ മരിക്കാൻ ഒറ്റ കാരണം ആ കുട്ടിയാണ്. അവളെ പേര് ഗാഥയെന്നോ അക്ഷരയെന്നോ എന്തൊക്കെ പറഞ്ഞു. ഞങ്ങളെ ഈ വീട് ഗൃഹപ്രവേശം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ആ ഗൃഹപ്രവേശ സമയത്താണ് അവൻ ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടെന്ന് പറയുന്നതും അവരെ പാലുകാച്ചിന് ക്ഷണിക്കണമെന്ന് പറഞ്ഞതും. അത് മോൻ പറഞ്ഞതല്ലേ ഞാനും അവൻ്റെ അമ്മയും അവനും കൂടി തന്നെ പോയി ക്ഷണിക്കുകയും ഇവിടെ വരികയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ കുട്ടി അറിയാന്നുള്ളത്.
അവന്റെ ബാക്കി അത് പോയിട്ട് ഇപ്പൊ അവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ അറിയുന്നത് ഞാനൊരു ലാപ്ടോപ്പ് അവന് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് കാണാനില്ല അവളെ കയ്യില്. ചെയിൻ ഓടുന്നു അവന്റെ കഴുതി കിടന്നു. ഞങ്ങള് 1.5 മറ്റു ചെറിയ ചെയിൻ, അതിപ്പോ അവന്റെ കഴുത്തിൽ കാണാനില്ല. ലൈറ്റ് പോലത്തെ ഒരു ചെയിൻ. അപ്പൊ അവന്റെ കഴുത്ത് വെറുതെ കിടന്നുകൊണ്ട് അന്ന് അവന്റെ അമ്മയ്ക്ക് അമ്മോന്റെ കൂടി അവനെ വിളിച്ചോണ്ട് അവള് വാങ്ങിച്ചു കൊടുത്തതാണ്. ഞങ്ങൾക്കത് ഇത്രയും കടയിൽ ബാധ്യതകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവന്റെ ആദ്യം അത് അവന്റെ കഴുത്തിൽ നിന്ന് വാങ്ങിയിട്ടില്ല. അവന്റെ കഴുത്തിൽ കിടക്കണം, അത് കാണാനില്ല. പിന്നെ ഇപ്പോ ഇപ്പോൾ അവന്റെ കൂട്ടുകാർ വേണമെന്ന് വെച്ചാൽ 75,000 ഒരു ഐഫോൺ ഇവന്റെ പേരിൽ എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെന്നാ. അവള് അതും വെച്ചോണ്ടായിരിക്കും ഇപ്പോഴും മറ്റവനെ അതെ, ആ ഫോണിലാണ് അവനുമായിട്ട് സംസാരിക്കുന്നത്. അവന്റെ അവസ്ഥ ഇതിനേക്കാൾ ഭീകരമായിരിക്കും മിക്കവാറും. അത് അവനെ അറിയില്ലല്ലോ, അവൻ അനുഭവിക്കാൻ പോണതല്ലേ ഉള്ളു. അപ്പോൾ എൻ്റെ മോനെ മാക്സിമം, അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ്, അതായത് ഞങ്ങളുടെ കട രാവിലെ 5 മണി തൊട്ട് രാത്രി 12-1 മണി വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഞാൻ രാവിലെ 5 മണിക്ക് ഷോപ്പ് തുറക്കാൻ പോകാൻ വേണ്ടി വെളിയിറങ്ങിയപ്പോൾ ഇവൻ പെട്ടെന്ന് ചാടി ഇറങ്ങി താഴെ വന്ന്, ഞങ്ങളുടെ മക്കളെ എവിടെ പോകണ്ട അച്ഛൻ ഞാൻ ഇതാ വരണം എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മയുടെ ആക്റ്റീവ് വണ്ടി എടുത്തും കൊണ്ട് പോയി. ഹെൽമെറ്റൊക്കെ വെച്ചോണ്ട് പോയി. എവിടെ പോകണം നേട്ടപ്പോൾ എൻ്റെ ഇതാ വരണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് ഒരു 7 മണിയായപ്പോൾ തിരിച്ച് നേരെ ഷോപ്പിൽ നടന്നു വരുന്നതാണ്. ഞങ്ങട്ട് എന്താ അത് വണ്ടി ബെൽറ്റ് പൂട്ടിപ്പോയി, പിന്നെ പെരുമ്പഴുതൂരിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിങ്ങനെ ആട്ടോ പിടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പയ്യന്മാരോ കിട്ടി. അപ്പോൾ എവിടെയാണ് പോയതെന്ന് അപ്പോഴും ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല. ഇന്നലെ അവന്റെ ഒരു സുഹൃത്ത് കടയിൽ വന്നെന്ന് പറഞ്ഞ അന്ന് മാമ ബെൽറ്റ് പൊട്ടിയത് ഈ കുട്ടിയെ കാര്യവട്ടം കോളേജിൽ കൊണ്ടുവിടാൻ വെളുപ്പാങ്ങനെ വണ്ടി എടുത്തു. അപ്പൊ ഇത്രയും അവനെ ചൂഷണം ചെയ്തുകൊണ്ട് കറന്ന് ഊറ്റിയിട്ട് അവനെ തള്ളിക്കളഞ്ഞു. പക്ഷെ ആ ദുഷ്ട പെൺകുട്ടി ഒരു കാലവും ഗതി പിടിക്കില്ല. നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ തന്നെ ഇവളെ വെറുതെ വിട്ടാലും ശരി തന്നെ, ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി അവളെ വെറുതെ വിടൂല. ഞങ്ങളോട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ മകൾ സ്വന്തം അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ്. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. കാരണം ഈ മിഥുന്റെ മരണത്തിന് ശേഷം ഒരു നേരം മാത്രമാണ് ഈ അമ്മ ഭക്ഷണം കഴിക്കുന്നത്. അതും ഈ മകൾ നിർബന്ധിച്ച് വാരി കൊടുക്കുകയാണ്. ഒരുപക്ഷെ ആ അമ്മയ്ക്ക് ഭക്ഷണം പോലും ഇറങ്ങുന്നില്ല. അതാണ് അവസ്ഥ. ഇപ്പോഴും ഈ അമ്മയുടെ അല്ലെങ്കിൽ ഈ മിഥുന്റെ മരണത്തിന്റെ യഥാർത്ഥ കൊലയാളികൾ സുഖലോലുഭരായി ഇവിടുന്ന് സ്ഥലം കാലിയാക്കി എന്ന് പറയാതിരിക്കാൻ വയ്യ. അവരിവിടെ നിന്നും മുങ്ങിയിരിക്കുകയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ. ശരിക്കും മകളെ അമ്മ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ശരിക്കൊന്നും കഴിക്കാറില്ല. ഇപ്പൊ ചേട്ടന് പോയതിനു ശേഷം ഒന്നും അമ്മ കഴിക്കാറില്ല. കൂടിപ്പോയമ്മ കഴിക്കും, പക്ഷെ അപ്പൊ തന്നെ ഛർദ്ദിക്കുകയും ചെയ്യും. പിന്നെ അമ്മയ്ക്ക് ആരോഗ്യം കുറവാണ്, എന്നാലും അമ്മ അത് കഴിക്കുകയില്ല. അമ്മയ്ക്ക് അമ്മയെ കുറിച്ച് അറിയാം, പക്ഷെ ചേട്ടനെ ഓർത്ത് അമ്മയ്ക്ക് ഒട്ടും കഴിക്കാനും പറ്റുന്നില്ല. അവസ്ഥയായിപ്പോ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. മകൾ അമ്മയെ നിർബന്ധിച്ച് അമ്മയ്ക്ക് വാരി കൊടുക്കുവാണ്, പക്ഷെ എന്നിട്ടും അമ്മ കഴിക്കുന്നില്ല. ഇല്ല, അമ്മയ്ക്ക് പറ്റൂല, എനിക്ക് പറ്റണില്ല. അമ്മ അപ്പൊ ചേട്ടനെ ഓർത്ത് കരയുകയും ചെയ്യും. അപ്പൊ തന്നെ ഭക്ഷണം തോന്നിരുന്നു നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞാൽ അമ്മ കഴിക്കും. ഞാനും അമ്മയോടൊപ്പം കഴിച്ചാലേ അമ്മ കഴിക്കൂ. അമ്മ എനിക്ക് വേണ്ടി കഴിക്കണം ഇപ്പൊ അങ്ങനെ കഴിക്കാറല്ല, അത് കഴിക്കുകയില്ല. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊടുത്താലും കഴിക്കൂല. എൻ്റെ അമ്മ വെള്ളം കുടിക്കാൻ പോയ ഭക്ഷണം കഴിക്കാനാണ് പോയെന്നും പറഞ്ഞിട്ട് കഴിക്കുകയില്ല. ചേട്ടൻ ലാസ്റ്റ് കുറെ ദിവസങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഒരാഴ്ചത്തോളം ഒന്നും കഴിച്ചേടം ഫുള്ള് ഒന്നും കഴിച്ചില്ല. അപ്പൊ അമ്മ ആ ചേട്ടൻ്റെ കൂടെ ഒന്നും കഴിക്കാറില്ലായിരുന്നു. അപ്പൊ അതോർത്ത് അമ്മ ഇപ്പൊ ഒന്നും കഴിക്കാറില്ല, വലുതായിട്ടൊന്നും കഴിക്കാറില്ല. നിർബന്ധിച്ചാ മാത്രം. മിഥുന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഒരു അമ്മയും ഒരു മകളുമുണ്ട്. അവരിപ്പോഴും നിയമത്തിന് മുന്നിൽ എത്തിയിട്ടുമില്ല, പോലീസ് കേസ് എടുത്തിട്ടുമില്ല. എന്താണ് അമ്മയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? എൻ്റെ മോൻ മരിച്ചിട്ട് അവർ കേസ് എടുക്കുകയാണ് ചെയ്യണം. കാരണം എൻ്റെ മോന് നീതി കിട്ടണം. അവൻ്റെ കൊലയാളികള് അവൻ മരിക്കാൻ പറഞ്ഞത് കൊണ്ട് എൻ്റെ പിള്ള ആത്മഹത്യ ചെയ്തതാണ്. അവസാനം മരിക്കാൻ നേരത്തെ 2 വരി അവൻ എന്തോ പറഞ്ഞു, ഇവളെന്തോ പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ പിള്ള മരിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് ആത്മഹത്യ ചെയ്തത്. എൻ്റെ പിള്ളയ്ക്ക് നീതി കിട്ടണം. കൊലയാളിയെ അവൾ അറസ്റ്റ് ചെയ്യണം, ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്യണം. കാരണം അവൾ കുറ്റക്കാരിയാണ്. എന്തിനാണ് കുറ്റക്കാരിയെ കണ്ടിട്ടും ഇവർ കാണാതെ നടിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോലീസിന്റെ ഭാഗത്ത് അലംഭാവമുണ്ടോ? പോലീസ് പെണ്ണല്ലേ എന്നാണ് പറയുന്നത്. എന്താണെന്ന് പെണ്ണിനും ആണിനും ഒരേ നിയമം ഉണ്ടാക്കിക്കൂടെ? അവരൊന്നും പെണ്ണെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിരുന്നാൽ അവർ കുറ്റക്കാരാവും എന്നാണ് പറയണത്. അവള് ഈ പെണ്ണാണെങ്കിൽ ഒരിക്കലും ഒന്നും ചെയ്യൂല. കാരണം
അവൾ അത്രയ്ക്ക് ദുഷ്ടത്തിയാണ്. കാരണം ഞാൻ പോയി അവളെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട്. അവളുടെ പേരെന്താ? അക്ഷര എന്നാണ് അവളുടെ പേര്. വീട്ടില് ഗാദു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോനും ഗാദു എന്നാണ് എഴുതിയിട്ടുള്ളതും വിളിക്കുന്നതും ഒക്കെ. ആ കുറിപ്പിലെല്ലാം ഗാദു 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 എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. എന്നെക്കാട്ടി എത്രയോ അവളെ സ്നേഹിച്ചു. ഇത്രയും നല്ലൊരു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഒരു 5 വർഷം സ്നേഹിച്ചിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ പിള്ളേക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഉടനെ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ ഇത്ര 5 വർഷം സ്നേഹിച്ചല്ലേ, നീ കുറച്ച് ദിവസത്തേക്കെങ്കിലും നീ അവളോട് സംസാരിക്കും. അപ്പോഴേ മോൻ്റെ കൂടി സംസാരിക്കും. അപ്പോഴത് അവൻ്റെ മൈൻഡൊന്ന് മാറിക്കിട്ടും. ഞാൻ പിന്നെ പതിയെ നിനക്കൊരാളുടെ സ്നേഹമുണ്ടെന്ന് അവൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ ഞാൻ പതിയെ മാറ്റിയെടുക്കാം. 5 കൊല്ലം മിഥുനോട് സ്നേഹിച്ചിട്ട് വേറൊരാളുടെ ഇപ്പൊ അവൾക്ക് സ്നേഹം ഉണ്ടെന്ന് ഈ പറയുന്ന മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം കൈക്കലാക്കി അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ മറ്റൊരുത്തരെ അവൾക്ക് ഇഷ്ടമായി. ഞാൻ പോയപ്പോഴും ഒരു ദിവസം അവളെ വീട്ടിൽ ഞാൻ ലാസ്റ്റ് ദിവസം പോയപ്പോൾ അവളെ വേറൊരുത്തൻ്റെ കൂടി അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. ഒരു അച്ഛനോ അമ്മയോ സഹോദരിയോ ഒന്നും അടുത്തൊന്നും ഇല്ലായിരുന്നു. അവൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഇരുട്ടത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടതാണ്. അപ്പം എന്നെ കണ്ട ഉടനെ തന്നെ ഞാൻ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവള് ഈ സംസാരത്തിൻ്റെ ആ ലഹരിയിൽ അങ്ങനെ ഞാൻ വരുന്നത് പോലും അവൾ അറിയുന്നില്ല. പിന്നെയാണ് അവൾ അറിഞ്ഞത് ഞാൻ നിൽക്കണു എന്ന്. പെട്ടെന്ന് അവൾ ഫോൺ ഓഫാക്കി വെച്ചിട്ട് അവൾ അമ്മയെ വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നിരിക്കണ, മാമി വന്നിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ മോന് ആ കരച്ചിലും അവൻ ഒന്നും കഴിക്കുന്നില്ല. ഡിപ്രഷൻ മാറ്റി എടുക്കാൻ വേണ്ടി ഒന്നും കരയണതും അങ്ങനെ തന്നെ ആഹാരമൊന്നും കഴിക്കണില്ലല്ലോ. അതുകൊണ്ട് അവളെ ഒന്ന് കാല് പിടിച്ച് പറഞ്ഞു, നീ ഒരു 5 മിനിറ്റ് എൻ്റെ പിള്ളയോട് സംസാരിക്കുക, അപ്പൊ അവൻ്റെ ഡിപ്രഷൻ മാറി കിട്ടുമല്ലോ. അവള് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഇടത്തോടുള്ള ഒരു നിൽപ്പും ഒക്കെയാണ്, ആ ഒരു ഇതാണ്. അപ്പൊ അവളെ അമ്മയും പറഞ്ഞു, മിതു എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. 3 മണി വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ ചോദിക്കും, മക്കളെ കൂട്ടിരിക്കണോന്ന് ചോദിക്കും. വേണ്ട, അമ്മ കിടന്ന് ഉറങ്ങാന്ന് പറയും. അങ്ങനെയാണ് ഞാൻ അവനെ വളർത്തിയത്. എല്ലാ കാര്യത്തിലും അവൻ എന്ത് ചോദിച്ചാലും ഞാൻ മക്കൾക്ക് വേണ്ടിയാണ് കൂടുതൽ ജീവിച്ചത്, ഇവർ 2 പേർക്കും വേണ്ടി. അവളിങ്ങനെ അവന്റെ ജീവൻ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൻ ഇങ്ങനെ മുട്ടുകുത്തി അവളടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ നീ വെറുക്കലെ, എനിക്ക് മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഗാദു, എനിക്ക് മറക്കാൻ പറ്റാത്തത്. അത് ഞാൻ വ്യക്തമായിട്ട് കേട്ടു. എന്നിട്ട് എനിക്ക് എന്തിനാണ് ചെയ്യാൻ തോന്നണമെന്ന് പോലും അറിയണം. അങ്ങനെയെങ്കിൽ നീ പോയി ചാവ് എന്ന് അവള് നിസ്സാരമായിട്ട് അവൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞു. സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പൊ അവൻ വന്ന് കുറേ നേരം വീണ്ടും അവിടെ കുറേ നേരം സംസാരിച്ചു. എന്താണ് സംസാരിച്ചത് പിന്നെ ഞാനൊന്നും കേട്ടില്ല. അതുകൊണ്ടായിരിക്കും പറഞ്ഞു. പക്ഷെ എനിക്ക് അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് അപ്പോഴെനിക്ക് തോന്നിയില്ല. അവന് വിഷമമുണ്ട്, അവന്റെ വിഷമം മാറ്റണം, എത്ര മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അവളോട് ഞാൻ തൊഴുതു പറയാണ്. കാരണം അവളെ കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഈ പിണങ്ങിയിരുന്നിരുന്നതിൻ്റെ 2 ആഴ്ച അവൾ അവിടെ പോയിട്ട് വന്ന് അവൾക്ക് എന്തോ കോളേജിൽ 5 മണിക്ക് പോകണമെന്നൊരാവശ്യം ഉണ്ടായിരുന്നു. ആ രാത്രി വെളുപ്പാങ്കാലത്ത് യവനെ വിളിച്ചാണ് എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോയത്. അവളെ കൊണ്ടുപോയി കാര്യവട്ടത്ത് കോളേജിൽ കൊണ്ടുവിട്ടത്. അപ്പൊ അവക്ക് ആവശ്യത്തിന് വേണം ഉപയോഗിക്കുക എന്നുള്ള ഒരു അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളെ ഫാമിലിയും അവരെ കാര്യങ്ങൾ വേറൊരാളോട് ചോദിക്കുമ്പോൾ മനസ്സിലാവും. മിഥുന്റെ അനിയൻ സായികൃഷ്ണൻ ചേരുകയാണ്. എന്താ പറ? അവന്റെ സ്നേഹം എത്രത്തോളം ആയിരുന്നെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവന്റെ ഈ ഒരു ശേഖരണം മാത്രം കണ്ടാൽ മതി. അവരൊരുമിച്ച് സഞ്ചരിച്ച ബസ് ടിക്കറ്റ് ആണ്. അവർ ആദ്യം ഒരുമിച്ച് സഞ്ചരിച്ച ബസ് ടിക്കറ്റ്. ഇത് മുട്ടായി കവറ്, കുറച്ച് കീ ചെയിൻസ്, അവള് വാങ്ങിച്ചു കമ്മലല്ല, അത് ഒരു കൃഷ്ണന്റെ ഇതാണ്. ചെറിയ കീ ചെയിൻസ് കണ്ടാൽ മിതു ഗാദു മിതു എന്നൊക്കെ എഴുതിയിട്ടുള്ള കീ ചെയിൻസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ പോലും അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ മുട്ടായിയുടെ കവറിന്റെ തെളിവ് വേണമെങ്കിൽ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റ് കയറി നോക്കി. ഇത്രയും സാധനം ഈ സൂക്ഷിച്ചു വെച്ച ആ ഒരു പാവം ചെറുപ്പക്കാരൻ. പക്ഷെ അതൊന്നും തിരിച്ചറിയാതെ അവൾക്ക് പെട്ടെന്ന് കണ്ട ഒരു കാമുവിനൊപ്പം ജീവിക്കാൻ വേണ്ടിയുള്ള അവളുടെ വ്യഗ്രതയുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ. അതിനൊക്കെ അവളെ സത്യം പറഞ്ഞ അവള് എന്ത് പറയണം എന്നറിയില്ല. ഇങ്ങനെയും സ്നേഹിക്കുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ
ഇത്രയും ജേഴ്സി ഒരാൾക്ക് കേരള സംസ്ഥാനത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള ജേഴ്സികളാണ് ഇത് കൂടുതലും. ഇവിടെ കിടക്കുന്ന സിറ്റി ഓഫ് കേരളയ്ക്ക് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി. മിഥുൻ എന്ന കായിക താരത്തിന്റെ അവന്റെ വിയർപ്പിന്റെ മണമുള്ള ഗന്ധമുള്ള ആ ജേഴ്സിയാണ് ഇവിടെ ഉള്ളത്. അതെ, ഞാൻ പറയുന്നത് എൻ്റെ മകന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അക്ഷര എന്ന് പറയുന്ന കുട്ടിയും അവളുടെ അമ്മയുമാണെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതിൽ വേറെ ആർക്കും പങ്കില്ല. അത് ഏതറ്റം ഞാൻ നിയമത്തിന്റെ മുമ്പിൽ ഏതറ്റം പോയാലും എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റ് നശിപ്പിച്ചാലും ശരി തന്നെ അവളെ ഞാൻ നിയമത്തിന് മുമ്പ് കൊണ്ടുവരും, അവളെ ഞാൻ ജയിലറയ്ക്കുള്ളിൽ അടപ്പിക്കും എന്നുള്ളത് എനിക്ക് ഞാൻ എൻ്റെ ഉറപ്പിച്ച് പറയുന്നു. മിഥുനും അവൻ്റെ കൊലയാളിയായ കാമുകിയും തമ്മിൽ ഏറ്റവും ഒടുവിൽ സംസാരിച്ച ചില വോയിസ് മെസ്സേജ്, വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കേട്ട് നോക്കാം. എൻ്റെ കോൾ ഇടടി, എന്താണ് എൻ്റെ കോൾ എടുക്കാത്ത? എൻ്റെ പഴയ കാതുമായിട്ട് വാ നീ. നാളെ 1 മാസം ആവണ് തുടങ്ങിയിട്ട്. ഒട്ടും സഹിക്കാൻ പറ്റില്ലടി. അപ്പോ എനിക്ക് നീ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഞാൻ എൻ്റെ കാതുവിൻ്റെ, എൻ്റെ അമ്മ സത്യമായിട്ട്, എൻ്റെ അച്ഛൻ സത്യമായിട്ട്, എൻ്റെ പിള്ള സത്യമായിട്ടും, എൻ്റെ മിന്റു സത്യമായിട്ട് കാതു ഞാൻ ഉണ്ടല്ലോ, ഞാൻ മാക്സിമം നോക്കിയാണ് നിനക്ക് ഇത്രയും ശല്യോടെ ഞാൻ ഒഴിഞ്ഞു പോകാൻ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് 1% പോലും പറ്റണില്ലടി. എനിക്ക് ഒരവസരം കൂടെ താടി, കാല് വിളിക്കാടി, എൻ്റെ കോളല്ലടേ. ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു, നിനക്കത് പറ്റില്ല, നിനക്ക് പഴയതുപോലെ വേണം, മറ്റേയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു. ഞാൻ മര്യാദയ്ക്ക് മെസ്സേജ് അയച്ചു, ഞാൻ മര്യാദയ്ക്ക് നിൻ്റെ കോൾ സംസാരിക്കുന്നുണ്ട്, നിനക്കൊന്നും പറ്റില്ല. നീ എപ്പോൾ വിളിച്ചാലും എന്നെ എന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ കരഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അതാ സംഭവം. നീ കരഞ്ഞാലും ആ കരഞ്ഞോട്ടെ. ഞാൻ നിന്നെ 5 വർഷം എനിക്ക് പറ്റുന്നില്ല. 5 വർഷം എന്ന് പറയുന്നില്ല, 3 വർഷം. 2 വർഷം എനിക്കും ഇഷ്ടമായിരുന്നു. 3 വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി, എനിക്ക് പറ്റുന്നില്ല. 3 വർഷം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് പറ്റിയില്ല. ഇനി 3 വർഷം നീ ഒന്ന് ട്രൈ ചെയ്യും, നിനക്ക് പറ്റുന്നുണ്ടോ എന്ന്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടല്ലോ. നീ ട്രൈ ചെയ്യും, നിനക്ക് എന്തായാലും പറ്റും, എനിക്ക് എന്തായാലും പറ്റുന്നില്ല. എൻ്റെ ചോയ്സ് ഇതാണ്, ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം പറഞ്ഞില്ല 1 മാസം ആവുമെന്ന്, അതിന് 2 മാസമാവും, 3 മാസമാവും, മാസങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പറ്റില്ല. എടാ, എനിക്കറിയാം 3 വർഷമൊന്നും അല്ല കാതു, 2 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നീ, എനിക്കറിയാം. 2 വർഷം കൊണ്ട്. അത് പക്ഷേ എനിക്ക് ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഓർമ്മ വന്ന്, അല്ലാതെ എൻ്റെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല കാതു. പറ്റില്ല ഒന്ന്. ഞാൻ ഇത്രയും സ്നേഹം ഉണ്ടല്ലോ എൻ്റെ ഇങ്ങനെ പുറകെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഈ കളലിൽ പോയി കൂടെ ഒന്ന് അവസരം താടാ, കാല് പിടിക്കാടാ. എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല. ആരെ വിളിക്കുന്നത് നിന്നെ ശല്യപ്പെടുത്താനോ ഒന്നും അല്ലേ, എനിക്കത് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട്, സംസാരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്ട് എനിക്ക് പേടിയാവണ കാതു. മനസ്സൊക്കെ പതറിപ്പോണേ, ഈ പറ്റൂല ഏട്ടാ. മിഥുൻ്റെ മരണം സംഭവിച്ച് ഇത്രയും ദിവസമായിട്ടും ആത്മഹത്യാക്കുറിപ്പുകൾ 1 അല്ല 2 അല്ല 3 ആത്മഹത്യാക്കുറിപ്പുകൾ എഴുതി വെച്ചതിൽ ഈ ഗാതുവും അവരുടെ അമ്മയും ഒക്കെ അവരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ട് പോലും പോലീസ് ഇതുവരെ കേസെടുക്കാത്തതിൽ ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ്. ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലോ മറ്റെന്തെങ്കിലും സ്വാധീന ചെലുത്തലോ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അല്ലെങ്കിൽ ഇത് നേരെ മറിച്ചാണ് സംഭവിച്ചതെങ്കിൽ, ഇന്ന് മിഥുൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ, മിഥുൻ ആണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും മിഥുൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ സംഭവിക്കുക. എന്തായാലും ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.